അള്ളാഹുവിന്റെ ദീൻ അതിവിടെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ, അത് ഭംഗിയായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ, അത് അതിൻ്റെതായ ഒറിജിൻ അതിവിടെ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥമായി മഹാന്മാരായ സഹാബത്തിനെയും താബിഈകളെയും തബഉ താബിഈകളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്വീകരിച്ച മാർഗത്തെ മനസ്സിലാക്കി അതിനെ അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരും അതിവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം യുവാക്കളും ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാവണം. അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ. ആരൊക്കെ എന്തൊക്കെ ഇവിടെ പ്രവർത്തിച്ചാലും ശരി, എന്തെല്ലാം കോപ്പ് ഇവിടെ കൊണ്ടുവന്നാലും ശരി, അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ഉമ്മത്തിന് വരദാനമായി നൽകിയ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ആ ദീനിന്റെ തനതായ രൂപം ഇവിടെ കാത്ത് സംരക്ഷിച്ചു പോന്നു. എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും അത് കൃത്യമായി വിലയിരുത്തി വേണ്ട പോലെ സമൂഹത്തിന് അത് മനസ്സിലാക്കി കൊടുത്തു. അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിനെ സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ SYS-ഉം അതുപോലെ SKSSF-ഉം ഏതാണോ നമ്മുടെ സംഘടനകൾ അവരുടെ ഫീൽഡിൽ പ്രവർത്തിച്ചു പോന്നു. ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച മാത്രമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഈ ദീൻ ഇവിടെ നിലനിൽക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ ഈ പ്രക്രിയ തുടർന്നുകൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല. അതിന്റെ ഒരു ഭാഗമാവാൻ അള്ളാഹു നമുക്കും തൗഫീഖ് തന്നു. അതിൽ നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ആത്മാർത്ഥമായി ഞാൻ പറയുകയാണ്, യാതൊരു ദുരുദ്ദേശവും നമുക്കില്ല. എന്റെയും നിങ്ങളുടെയും ഈമാനിനെ സംരക്ഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളുകൾക്കുണ്ട്. അതിന്റെ പേരിൽ പറയുകയാണ്, അള്ളാഹിന്റെ റസൂൽ പറയുകയാണ്, ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചിരിക്കുന്നു, മൻ ആവാ മുഹ്ദിസൻ, ഒരു മുബ്തദിഇന് അഭയം നൽകുന്നവന് എന്ന്. ഇത് ഞങ്ങളാരും പറഞ്ഞതല്ല, സമസ്തക്കാർ പറഞ്ഞുണ്ടാക്കിയതല്ല, അള്ളാഹിന്റെ റസൂല് പറഞ്ഞ ഹദീസാണ്. മുബ്തദിഇനെ ശപിച്ചു എന്നല്ല, മുബ്തദിഇനെ കൊട പിടിച്ചു കൊടുക്കുന്നവനെ ശപിച്ചു എന്നാണ് പറഞ്ഞത്. എന്താ കാരണം? ബിദ്അത്തിന്റെ കാര്യത്തിൽ നാം ഒരു തസാഹുല്, അതൊരു സാരമില്ല, അതൊന്നും ഇപ്പം അങ്ങനെ പറയേണ്ടതല്ല എന്ന അവസ്ഥയിലേക്ക് വന്നാൽ ജൂത ക്രിസ്ത്യാനികളുടെ വേദഗ്രന്ഥങ്ങൾക്ക് സംഭവിച്ച അപജയം വിശുദ്ധ ഖുർആനിന് സംഭവിക്കും. ആ രണ്ടാമത്തെ തഹരീഫ് വ്യാപകമാകും. തോന്നിയതുപോലെ, നേരത്തെ ശുഐബുൽ ഹൈതമി പറഞ്ഞില്ലേ അതിന്റെ ഉദാഹരണങ്ങൾ, അങ്ങനെ തോന്നിയതുപോലെ പരിശുദ്ധ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒന്നുകിൽ പരസ്പരം കൊല്ലാൻ നടക്കും, അല്ലെങ്കിൽ എല്ലാം ഉൾക്കൊള്ളു എന്ന്, എല്ലാം ദീനാണെന്ന് പറയാൻ നടക്കും. ഇങ്ങനെ പലതും ഇവിടെ സംഭവിക്കും. അങ്ങനെ മാ അന അലൈഹി വഅസ്ഹാബി എന്ന് പറഞ്ഞ പരിശുദ്ധമായ ദീൻ ഇവിടെ ഇല്ലാതെയാകും. അതുകൊണ്ട് എവിടെ ബിദ്അത്ത് മുളപൊട്ടുന്നുവോ അവിടെ പോയി റുജൂമൻ ലിശയാത്തീൻ, ആ ബിദ്അത്തിന്റെ ശൈത്താന്മാരെ നശിപ്പിക്കൽ പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. ഈ ബാധ്യതയാണ് നിർവഹിക്കാൻ ഞങ്ങളെ പോലെയുള്ള സാധുക്കളെ ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ ഉത്തരവാദിത്തപ്പെടുത്തിയത്. അതേ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. അത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. അത് ചെയ്യാനുള്ള അവസരം അത് ഇവിടെ നിലനിന്നേ പറ്റൂ. അത് നിലനിന്നില്ലെങ്കിൽ നിലനിർത്താൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. പ്രിയമുള്ള സഹോദരന്മാരെ, ദീൻ നഷ്ടപ്പെട്ടിട്ട് ജീവൻ വേണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. ദീൻ അതിന്റെ തനിമയിൽ നിലനിൽക്കണമെങ്കിൽ ഈ വിധത്തിലുള്ള തഹരീഫിനെ തൊട്ട് നാം സൂക്ഷിച്ചു കൊള്ളണം. ജനങ്ങളെ എപ്പോഴും ഉത്ബോധിപ്പിച്ചു കൊള്ളണം. ഒരു പഴുതും വരാതെ അതിനെ കാത്തു സൂക്ഷിച്ചു കൊള്ളണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസ് അല്ലേ, ലഅനത്ത് തന്നെ ശാപം. ശാപം പിടിപെട്ടാ പിന്നെ ഹിദായത്തില്ല. നോക്ക്, ശാപം അള്ളാഹു ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സൂഉൽ ആഖിബത്ത് ഉറപ്പാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ശപിച്ചിരിക്കുന്നു. മൻ, ഒരാളെ, ആവാ, അയാൾ അഭയം നൽകി, അയാൾ കൊട പിടിച്ചു കൊടുത്തു. മുഹദിസൻ ഐ മുബ്തദിഅൻ, ദീനിൽ പുതുതായി ഉണ്ടാക്കുന്ന ആൾക്ക് അഭയം നൽകുന്നവനെ അള്ളാഹ് ശപിച്ചിരിക്കുന്നു. അല്ലാഹുവേ ഇന്നനാ നബ്റഉ ഇലൈക യാ റബ്ബ്. അതിന് അഭയം നൽകാൻ നമുക്ക് സാധ്യമല്ല, എന്തൊക്കെ ഇവിടെ സംഭവിച്ചാലും ശരി. അതുകൊണ്ട് എന്നാൽ ആവശ്യമായി വരുമ്പോൾ, പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് പൊതുവായ നന്മ ഉണ്ടെന്ന് കാണുമ്പോൾ ആ അർത്ഥത്തിൽ നാം അവരൊക്കെ സഹകരിക്കുന്നു.
ആശയപരമായി പൊരുത്തപ്പെടാൻ സാധ്യമല്ല. ആശയപരമായി അത്തരത്തിലുള്ള വിഷയങ്ങളെ ജനങ്ങളെ ബോധവൽക്കരിച്ചു കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. ഈ മഹത്തായ ദൗത്യമാണ് ഈ SKSF മക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, യുവാക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങൾ എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം, അവരെ നിങ്ങൾ ശ്ലാഘിക്കണം, അവരെ നിങ്ങൾ സ്നേഹിക്കണം. അവരൊരു വലിയ ദൗത്യമാണ് ഏറ്റെടുത്ത് ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവർക്ക് എല്ലാ വിധത്തിലുമുള്ള റുഷ്ദും ഇസ്സത്തും സിഹ്ഹത്തും ബറക്കത്തും തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരന്മാരെ, എന്താണ് ദീൻ എന്ന് പറഞ്ഞാൽ? ദീൻ എന്ന് പറഞ്ഞാൽ യുഅ്മിനൂന ബിൽ ഗൈബ്. ഏറ്റവും ആദ്യത്തെ വിശേഷണം ഗൈബ് കൊണ്ട് വിശ്വസിക്കലാണ്. ഏതൊരു ഹദീസ് വന്നാൽ, ഒരു ആയത്ത് വന്നാൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് തൻ്റെ ബുദ്ധിയിലും ചിന്തയിലും യുക്തിയിലും ഇട്ട് ഒന്ന് ഗവേഷണം നടത്തി തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ അതിന് പറ്റുന്നൊരു വ്യാഖ്യാനം നൽകുക. ഖുബൂസിനെ തൊട്ട് പടച്ചവനെ കാവൽ തേടണം എന്ന് ബാത്റൂമിൽ പോകുമ്പോൾ കക്കൂസിൽ പോകുമ്പോൾ ദ്വാരക്കാർ റസൂലുള്ളാഹി പഠിപ്പിച്ചു. പണ്ടൊരാൾ എഴുതി വെച്ചു, അങ്ങനെ ഒരു ശൈത്താനൊന്നുമില്ല, ആൺ പിശാചിനെ തൊട്ടും പെൺ പിശാചിനെ തൊട്ടും കാവൽ തേടുക. അങ്ങനെ ഒരു പിശാചൊന്നുമില്ല, നമ്മളാരും കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ആൺ കൊതുവിനെ തൊട്ടും പെൺ കൊതുവിനെ തൊട്ടും എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആരോ എഴുതുന്ന ഒരു ആമമാർക്ക് കൊതുകുതിരി അവിടെ കത്തിച്ചാൽ പോരെ, ഇത് ചെല്ലിയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ, ചെല്ലിയാ കൊതു പോകുമോ? അതെങ്ങനെ ബുദ്ധിക്ക് നിരക്കോ? ഇങ്ങനെ പറഞ്ഞവരാണിവർ. ഏതെല്ലാം പറഞ്ഞു ഇവർ? എന്തെല്ലാം പറഞ്ഞു? പിശാചിനെ നമ്മൾ കണ്ടിട്ടില്ല, അതുകൊണ്ട് പിശാചിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പൊ നമ്മൾ അർത്ഥം വെക്കുക ആൺ കൊതുവിനെ തൊട്ടു പെൺ കൊതുവിനെ. ഇതെങ്ങനെ ബുദ്ധി ഉണ്ടോയെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അഴുതുവിക്കൽ ഒരു കൊതു വന്നാൽ അള്ളാഹുമ്മീ അഊദുബിക ഖുബൂസി വൽ ഖബായിസ് തന്നെ ഈ കൊതു പോകുമോ? അത്യാവശ്യം രക്തം കുടിച്ചിട്ടല്ലേ പോവുള്ളൂ. അപ്പൊ നല്ലത് ആമമാർക്ക് കൊതുക് തിരി കത്തിച്ചേക്കലല്ലേ. ഇങ്ങനെ തങ്ങളുടെ ബുദ്ധിക്ക് നിരക്കാത്ത, തങ്ങളുടെ യുക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിഷയങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഒന്നുകിൽ തള്ളിക്കളയുന്നു, അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. എന്നിട്ട് യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന പരിശുദ്ധ ഖുർആൻ മുത്തഖിയുടെ തഖ്വയുള്ള മനുഷ്യന്റെ വിശേഷണങ്ങളിൽ ആദ്യമായി പറഞ്ഞതിനെ ആദ്യം തന്നെ എടുത്തു മാറ്റുന്നു. പിന്നെന്ത് ഈമാനാടോ നിന്റെ ഈമാൻ? ഞാൻ ചോദിക്കട്ടെ, എത്ര സംഭവങ്ങൾ സഹീഹുൽ ബുഖാരിയിൽ വന്നു, സഹീഹ് മുസ്ലിമിൽ വന്നു. ബഹുമാനപ്പെട്ട ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, മഹദി, മറിയം ബീവി, അവര് ഇബാദത്തിന് വേണ്ടി ഒഴിഞ്ഞുപോയി. അങ്ങനെ ധ്യാനത്തിലായി കുറേ സമയം കഴിച്ചുകൂട്ടി. അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അരികിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു, നല്ല സുമുഖനായ ഒരു പുരുഷനായി ആ യുവതിയുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു സുന്ദരിയായ യുവതിയായ ഒരു പെൺകുട്ടി വീട്ടിൽ നിന്ന് നീങ്ങി ഒരു ഒഴിഞ്ഞ പ്രദേശത്തെ ഇബാദത്തിനായി മാറി നിന്ന ആ സ്ഥലത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ നല്ല സുമുഖനായ ഒരു യുവാവായും കൊണ്ട് ബഹുമാനപ്പെട്ട മറിയം ബീവിയുടെ അടുത്തേക്ക് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മറിയം ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, ഖാലത് ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. ഖാല ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. റബ്ബിനോട് ഞാൻ കാവലിനെ തേടുന്നു, നീ ഇവിടുന്ന് പോകണം. എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുള്ള, എൻ്റെ ചാരിത്രം നശിപ്പിക്കാൻ വന്നിട്ടുള്ളതാണോ എന്ന് സംശയിച്ചുകൊണ്ട് മഹദി മറിയം ബീവി പറയുന്നു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയ്യാ. ഖാല ഇന്നമാ അന റസൂലു റബ്ബികി ലിഅഹബ ലകി ഗുലാമൻ സകിയ്യ. പേടിക്കണ്ട, എന്നെ അല്ലാഹു അയച്ച ദൂതനാണ്, നിങ്ങൾക്ക് നല്ലൊരു കുഞ്ഞിനെ നൽകാൻ വേണ്ടി അല്ലാഹു പറഞ്ഞയച്ചതാണ്. ഖാലത് അന്നാ യകൂനു ലി ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയ്യാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പുരുഷനുമായി ബന്ധപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് എനിക്ക് കുട്ടി ഉണ്ടാവുക? മറിയം ബീവി ചോദിക്കുകയാണ്. ഖാല കദാലിക ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ വലിനജഅലഹു ആയതൻ ലിന്നാസ് വറഹ്മതൻ മിന്നാ വകാന അംറൻ മഖ്ദിയാ. ഇത് റബ്ബിന്റെ തീരുമാനമാണ്. അങ്ങനെ പ്രത്യേക കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ ഊതുന്നു, അവർക്ക് ഗർഭമുണ്ടാകുന്നു. ഗർഭമുണ്ടായപ്പോൾ ഫഹമലതുഹു, പെട്ടെന്ന് ഗർഭം ധരിക്കുന്നു. ഫന്തബദത് ബിഹി മകാനൻ ഖസിയ. ഈ ഗർഭവുമായും കൊണ്ട് ഒഴിഞ്ഞ ഭാഗത്തേക്ക് ഓടിപ്പോവുകയാണ് ആ പെൺകുട്ടി, ആ യുവതി. അപ്പോ വല്ലാത്തൊരവസ്ഥയാണല്ലോ. വീട്ടിൽ നിന്ന് ഒഴിഞ്ഞ ഇബാദത്തിനാണെന്ന് പറഞ്ഞു പോയൊരു പെൺകുട്ടി ഗർഭം ധരിച്ച് ഒരു കുഞ്ഞുമായി, പെട്ടെന്നൊരു കുഞ്ഞുമായി വീട്ടിലേക്ക് തിരിച്ചു ചെന്നാലുള്ള അവസ്ഥ എന്താ? ആ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ فأجاءها المخاض إلى جذع النخلة قالت يا ليتني مت قبل هذا وكنت نسيا منسيا. വേദനയോടെ
പടച്ചവനെ മരിച്ചു പോയിരുന്നെങ്കിൽ പണ്ടേ എന്ന് പറഞ്ഞു പോവുകയാണ്. ഈ ഇത്രയും വലിയ ഒരു ഇത്രയും വലിയ ഒരു അപമാനം പേറേണ്ടി വരില്ലായിരുന്നല്ലോ. ഞാൻ പണ്ടേ മരിച്ചു പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നിസ്സഹായയായ ഒരു പെൺകുട്ടി വേദനയോടെ പറയുകയാണ്, യാ ലൈതനീ മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയം മൻസിയാ. ആരും അറിയാത്ത ഒന്നുമല്ലാത്ത ആൾ ആയിരുന്നുവെങ്കിൽ പണ്ടേ. എന്നാൽ ഇതൊന്നും സംഭവിക്കില്ലല്ലോ. ബേജാറ്, വിഷമം. ആ സമയത്ത് പരിശുദ്ധ ഖുർആൻ ഫനാദാഹാ മിൻ തഹ്തിഹാ, മറിയം ബീവിയെ താഴ്ഭാഗത്ത് നിന്ന് വിളി കേൾക്കുന്നു. മറിയം ബീവി വിളിക്കുന്നു, മറിയം ബീവിയെ വിളിക്കുന്നു. ഫനാദാഹാ യാ മറിയം, അല്ലെങ്കിൽ യാ ഉമ്മാ. ആരാ വിളിക്കുന്നത്? ആ ഗർഭസ്ഥ ശിശുവാണ് വിളിക്കുന്നത്. ഗർഭത്തിൽ വെച്ചാണ് വിളിക്കുന്നത്. തഫ്സീറുകൾ മറിച്ചു നോക്കൂ. താഴ്ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. സ്വന്തം ഗർഭത്തിലുള്ള കുട്ടി സംസാരിക്കുന്നു. എന്തേ? കുട്ടി ഇവിടെ ദൈവമായതാണോ? കുട്ടി ഇവിടെ ദൈവമായെന്നാണോ വഹാബി പറയുക? മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന കഴിവല്ലേ അത്? ഫനാദാഹാ മിൻ തഹ്തിഹാ. എന്തെങ്കിലുമൊക്കെ ഉണ്ടായേ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അള്ളാഹുടെ കഴിവിനെ നിസ്സാരവൽക്കരിക്കലാണത്. അള്ളാഹ് അവന്റെ ഇഷ്ടദാസന്മാർക്ക് ഉദ്ദേശിച്ചത് മുഴുവൻ കൊടുക്കും. അതിന് ഇവിടെ ഒരു ഓഫീസിൽ നിന്ന് കണക്ക് നിശ്ചയിച്ചിട്ട് കാര്യമില്ല. ഫനാദാഹാ മിൻ തഹ്തിഹാ, താഴ്ഭാഗത്ത് നിന്ന് വിളി കേൾക്കുന്നു. അല്ലാ തഹ്സനി, ഉമ്മ അങ്ങ് ദുഃഖിക്കേണ്ടതില്ല. അല്ലാ തഹ്സനി ഖദ് ജഅല റബ്ബുകി തഹ്തകി സരിയാ. അവിടെ നല്ല ഒരു അരുവിയുണ്ട്, അങ്ങോട്ട് പോവുക, അവിടെ നിന്ന് കുടിക്കുക, കഴുകുക. വഹുസ്സി ഇലൈകി ബിജിദിൻ നഖലതി തുസാഖിതു അലൈകി റുതബൻ ജനിയാ. ഈത്തപ്പനം മനുഷ്യന്മാർ ആണുങ്ങളെന്ന് കുളിച്ചാൽ പോലും കുലുങ്ങില്ല. പക്ഷെ അവിടെ പോയി ഒന്ന് കുലുക്കുക, എന്നാൽ ധാരാളം ഈത്തപ്പഴം കിട്ടും എന്നിങ്ങനെ ഉമ്മയോട് പറയുന്നു. ഫകുലി വഷ്റബി, ഉമ്മ അങ്ങ് കുടിച്ചോളൂ, ഉമ്മ അങ്ങ് കഴിച്ചോളൂ. ഒരു ദുഃഖവും വേണ്ട, സന്തോഷിച്ചോളൂ. ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ കാണും, എന്തെങ്കിലുമൊക്കെ ചോദിക്കാൻ നിൽക്കും. ഞാൻ മിണ്ടില്ല എന്ന് ഞാൻ തീർച്ചയാക്കിയിട്ടുണ്ട്. ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയാ എന്ന്. അതിന്റെ തഫ്സീറുകളിലേക്ക് പോവുകയല്ല. അപ്പോ ഇങ്ങനെ വിളിക്കണം. ഗർഭസ്ഥ ശിശു സംസാരിച്ചത് അത്ഭുതമല്ലേ? ഏത് ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലായി ഇതിന് വ്യാഖ്യാനം നൽകുക? കൃത്യമായി സുന്ദരമായ ഭാഷയിൽ. ഏത് മെഡിക്കൽ സയൻസ് അനുസരിച്ചാണ് ഇസ്ലാമിലെ യുക്തിവാദികൾക്ക് ഇതിനെ നിങ്ങളുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുക? ഒന്നുകിൽ നിങ്ങൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്യണം, അല്ലെങ്കിൽ അതായത്തല്ലെന്ന് പറയണം, സമസ്തക്കാരുടെ വാറോലയാണെന്ന് പറയണം. സൂറത്ത് മറിയമിലെ ഈ ആയത്തുകളൊക്കെ തള്ളാൻ പറ്റുമോ? ഇതൊക്കെ തള്ളിയിട്ട് ഇതൊന്നുമില്ലാത്ത ഒരു പുതിയ ദീനിനെ ഇവിടെ കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വ്യാമോഹം ഇവിടെ നടക്കുന്ന കാര്യമല്ല. അള്ളാഹിന്റെ ദീൻ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച പോലെ ഇവിടെ നിലനിർത്താൻ പ്രതിജ്ഞാബദ്ധരാണ് SKSF സമസ്തയും. നോക്കൂ നിങ്ങൾ. ഫകുലി വഷ്റബി വഖർരി ഐന. അങ്ങനെ അതാ ഫഅതത് ബിഹി ഖൗമഹ. ധൈര്യമായി. ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ച മറിയം ബീവിക്ക് ഇനി പേടിക്കല്ലോ. ഈ കുട്ടിയായിട്ടല്ലേ പോകുന്നത്, പ്രസവിച്ചു. ഫഅതത് ബിഹി ഖൗമഹ തഹ്മിലുഹു ഖാലൂ യാ മറിയം ലഖദ് ജിഅതി ശൈഅൻ ഫരിയ യാ ഉഖ്ത ഹാറൂന മാ കാന അബൂകി ഇംറഅ സൗഇൻ വമാ കാനത് ഉമ്മുകി ബഗിയ. ഈ പിഞ്ചു പൈതലുമായി ചെല്ലുമ്പോൾ ആളുകൾ പരിഹസിക്കുന്നു, മറിയമേ ഇതെന്താണ് ഈ കാണുന്നത്? ഇബാദത്തിനാണെന്ന് പറഞ്ഞു പോയിട്ട് ഇത്ര വൃത്തികെട്ട പണിയാണോ നീ ചെയ്തത്? നിന്റെ ഉപ്പ നല്ലൊരു മനുഷ്യനായിരുന്നല്ലോ, നിന്റെ ഉമ്മയോ അതിലും നല്ല ഒരു സ്ത്രീ ആയിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കുകയാണ്. ആ സമയത്ത് അതാ ധൈര്യസമേതം എന്നോട് സംസാരിക്കണ്ട, ആ കുട്ടിയോട് സംസാരിച്ചോളൂ. എന്താ ധൈര്യം? അള്ളാഹ് അപ്പൊ കൊടുക്കുന്ന എങ്ങനെയാ മറിയം ബീവിക്ക് കിട്ടിയ വിവരം? അങ്ങനെ കുറെ ഇഷ്കാലുകൾ ഉണ്ടല്ലോ. അത് അള്ളാഹ് ഇഷ്ടപ്പെടുമ്പോൾ കൊടുക്കുന്നതാണ്. ഇപ്പൊ ഇവിടെ അള്ളാഹ് ഇഷ്ടപ്പെട്ടിരുന്നത് എങ്ങനെ മറിയം ബീവിക്ക് മനസ്സിലായി? എന്തെല്ലാം പോയത്തമാണ് ഈ ദീനിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന ആളുകൾ പറയുന്നത്. ധൈര്യസമേതം ആ കുട്ടിയിലേക്ക് ചൂണ്ടുകയാണ്. ആ കുട്ടിയോട് സംസാരിച്ചോളൂ. ഖാലൂ കൈഫ നുകല്ലിമു മൻ കാന ഫിൽ മഹ്ദി സബിയ്യാ ഖാല ഇന്നി അബ്ദുല്ലാഹി. അതാ ആ പിഞ്ചു പൈതൽ, പ്രസവിച്ച പിഞ്ചു പൈതൽ സുന്ദരമായി സംസാരിക്കുന്നു, സുന്ദരമായി വാചാലമായി സംസാരിക്കുന്നു. ഖാല ഇന്നി അബ്ദുല്ലാഹി അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യാ വബർറൻ ബിവാലിദതി വലം യജഅൽനി ജബ്ബാറൻ ശഖിയ്യാ വസ്സലാമു അലയ്യ യൗമ വുലിദതു വയൗമ അമൂതു വയൗമ ഉബ്അസു ഹയ്യാ. ഇത്രയും വാക്കുകൾ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിക്കുന്നു. ഇങ്ങനെ സംസാരിച്ചു എന്ന്
പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുമ്പോൾ യുമിനൂന ബിൽ ഗൈബിയായ നമ്മൾക്ക് ഒരു സംശയവുമില്ല. അവിടെ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്റെ അടുത്ത് പോയിട്ട് അതിന് വല്ല വകുപ്പുണ്ടോ എന്ന് അന്വേഷിക്കേണ്ട ഗതികേട് മുസ്ലിമീങ്ങൾക്കില്ല, സുന്നികൾക്കില്ല. അതുള്ളത് നിങ്ങൾക്കാണ്. ഈ ജാതി തോന്നിവാസം പറയുമ്പോഴൊക്കെ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യങ്ങളെ പോലുമാണ് നിന്ദിക്കുന്നത്, ധിക്കരിക്കുന്നത്. ഏത് ശാസ്ത്രമാണ് അത് അംഗീകരിക്കുക? പക്ഷേ നമുക്കത് നോക്കേണ്ടതില്ല. നാസയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിലോ പോയിട്ട് ഗവേഷണം നടത്തേണ്ടതില്ല. നമുക്ക് പറയാം, അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഞങ്ങൾ യുമിനൂന ബിൽ ഗൈബിയാണ്. ഞങ്ങളുടെ കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഞങ്ങളുടെ അവയവങ്ങളെ കൊണ്ട്, ഒരുപക്ഷെ ഞങ്ങളുടെ ബുദ്ധി കൊണ്ട് പോലും ചിലപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത മാ ഗാബ, അതിലൊക്കെ ഞങ്ങൾ അള്ളാഹ് പറഞ്ഞാൽ വിശ്വസിക്കും, അള്ളാഹിന്റെ റസൂൽ പറഞ്ഞാൽ വിശ്വസിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല എന്ന്. ഇങ്ങനെ പരിശുദ്ധ ഖുർആനിൽ മാത്രം വന്നിട്ടുള്ള ഗുയൂബുകൾ, ഈ യുമിനൂന ബിൽ ഗൈബി എന്നതിന്റെ പരിധിയിൽ വരുന്ന എത്ര സംഭവങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയും കൊണ്ട് ആണ് അള്ളാഹു ആദ്യം തന്നെ പറയുന്നത് യുമിനൂന ബിൽ ഗൈബ്. ഇത് അമ്പിയാക്കൾക്ക് മാത്രമല്ല. മറിയം ബീവി നബിയല്ലല്ലോ, വലിയതല്ലേ. അമ്പിയാക്കളുടെ അത്ഭുതങ്ങൾ ഒരുപാട്, ദാവൂദ് നബിയുടെയും സുലൈമാൻ നബിയുടെയും അത്ഭുതങ്ങൾ പരിശുദ്ധ ഖുർആനിൽ ഒരുപാട് പറയുന്നു. എന്നാൽ മറ്റൊരു സ്ഥലത്ത് സൂറത്തുൽ കഹ്ഫിൽ യസ്അലൂനക അൻ ദിൽ ഖർനൈനി ഖുൽ സഅത്ലു അലൈക്കും മിൻഹു ദിക്റാ ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ. എന്താ അത്ഭുതങ്ങളല്ലേ. ലോകം മുഴുവനും അടക്കി ഭരിച്ചു. ഒരു ദിവസം അങ്ങ് ഈജിപ്തിലാണെങ്കിൽ രണ്ടാമത്തെ ദിവസം ഇവിടെ മദ്രാസിലായിരിക്കും ബഹുമാനപ്പെട്ട ദുൽഖർനൈൻ. ഒരു ദിവസം മദ്രാസിലാണെങ്കിൽ മറ്റൊരു ദിവസം അങ്ങ് ബഹ്റൈനിലായിരിക്കും. അങ്ങനെ ഉലകം ചുറ്റുകയായിരുന്നില്ലേ? അവിടെയൊക്കെ ഭരണം നടത്തുകയായിരുന്നില്ലേ? ഒരു സാധാരണ മനുഷ്യ കഴിവ് കൊണ്ട് സാധ്യമാണോ? അള്ളാഹു അവർക്ക് കീഴ്പ്പെടുത്തി കൊടുത്തത് മേഘത്തെയാണ്. മേഘത്തിൽ ബഹുമാനപ്പെട്ടവരും മൂപ്പരുടെ മന്ത്രിമാരും മൂപ്പരുടെ പരിവാരങ്ങളും ഒക്കെ ഇരിക്കും. എന്നിട്ട് പോ എന്ന് പറഞ്ഞാൽ, ബിസ്മില്ല എന്ന് പറഞ്ഞാൽ ഉടനെ പുറപ്പെടും. എന്നിട്ട് ആൾട്ട് ചെയ്യേണ്ട സമയമായ രണ്ടാമതൊരു ബിസ്മില്ല പറഞ്ഞാൽ അവിടെ ഇറങ്ങും. ഇത് അത്ഭുതല്ലേ? ഏത് ശാസ്ത്രത്തിന്റെ പേരിലാണ് ഇത് സ്വീകരിക്കല്? ഏത് യുക്തി കൊണ്ടാണ് ഇത് അംഗീകരിക്കുക? ഞങ്ങൾക്ക് അതൊരു പ്രശ്നമല്ല. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞൊരു കാര്യമാണെങ്കിൽ പിന്നെ ഒരു യുക്തിയിലേക്കോ ഒരു നാസയിലേക്കോ ഇസ്രായേലിലേക്കോ എവിടെയും പോയി ഇതിന് വല്ല സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കേണ്ട ഗതികേടില്ല. ആമന്നാ റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യാ. എന്തൊരു സുഖാലേ നമുക്ക്, എന്തൊരു സന്തോഷമാണല്ലേ, എന്തൊരു ആശ്വാസമാണ്. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, അകാന നബിയ്യൻ അം മലക്കൻ? മൂപ്പരുടെ ദുൽഖർനയുടെ ചരിത്രം കേൾക്കുമ്പോൾ തോന്നും വല്ല മലക്കായിരുന്നോ, അല്ല പ്രവാചകനായിരുന്നോ? തഫ്സീർ ഖുർതുബിയിലൊക്കെ കാണാം അകാന മലക്കൻ അം നബിയ്യൻ. മഹാനായ ദുൽഖർനൈൻ മലക്കായിരുന്നോ അതല്ല പ്രവാചകനായിരുന്നോ? അത്ഭുതം കൊണ്ട് ചോദിച്ചതാ. അപ്പൊ പറഞ്ഞു, ലം യകുൻ നബിയ്യൻ വലാ മലക്കൻ വലാകിൻ അബ്ദുൻ സദഖല്ലാഹ ഫസദഖഹ വലാകിൻ അബ്ദുൻ നാസഹല്ലാഹ ഫനാസഹ എന്നൊക്കെ കാണാം. അല്ല നബിയുമായിരുന്നില്ല, മലക്കുമായിരുന്നില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് സത്യസന്ധമായി ഇടപെട്ട ആളാണ്, അള്ളാഹുവിനോട് സത്യസന്ധമായി ഇടപെട്ട ആളാണ്. അപ്പൊ അള്ളാഹു അദ്ദേഹത്തിനോടും സത്യസന്ധമായി ഇടപെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് ആവശ്യമുള്ളതൊക്കെ കൊടുത്തു. ഇന്നാ മക്കന്നാ ലഹു ഫിൽ അർളി, ഭൂമിയിൽ അള്ളാഹു അദ്ദേഹത്തിന് സ്വാധീനം കൊടുത്തു. വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ സബബാ, അദ്ദേഹം ഉദ്ദേശിക്കുന്ന എന്തൊരു കാര്യം നേടാനുള്ള മാർഗം അള്ളാഹു കീഴ്പ്പെടുത്തി കൊടുത്തു. അള്ളാഹിന്റെ ഖലീഫമാർക്ക്, അള്ളാഹിന്റെ ഔലിയാക്കൾക്ക് അള്ളാഹ് അങ്ങനെ കീഴ്പ്പെടുത്തി കൊടുക്കും. അത് നിങ്ങൾ ആരെങ്കിലും വേണ്ടാന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല. വആതൈനാഹു മിൻ കുല്ലി ശൈഇൻ, അവിടെ തഫ്സീറിൽ ഒരു വ്യാഖ്യാനം കാണാം, യുരീദുഹു, അദ്ദേഹം എന്തുദ്ദേശിക്കുന്നുവോ അത് നടപ്പിലാക്കാനുള്ള വുസ്ലതൻ തസിലു ഇലൈ അല്ലെങ്കിൽ തുസിലുഹു ഇലൈ, ആ കാര്യം നേടാനുള്ള കാര്യങ്ങളൊക്കെ അള്ളാഹ് കീഴ്പ്പെടുത്തി കൊടുത്തു. കാറ്റ് വേണമെങ്കിൽ കാറ്റ് കീഴ്പ്പെടുത്തി കൊടുക്കും, കാറ്റ് വേണമെങ്കിൽ കാറ്റ് കീഴ്പ്പെടുത്തി കൊടുക്കും, എല്ലാം കീഴ്പ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇതൊക്കെ പരിശുദ്ധ ഖുർആനല്ലേ? നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ? നമ്മൾ പറയുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, അഹ്ലുസുന്നത്തി വൽ ജമാഅ ഇത് മാത്രമാണ് ഹഖ്, അത് മാത്രമാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച ദീൻ, അത് മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ദീൻ. അതിലിതൊക്കെ ഉണ്ട്. പക്ഷേ അതിനെന്ത് വേണമെന്നറിയോ? ഇങ്ങനെയൊക്കെ ഉള്ളവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകും. അതിന് സിദ്ഖ് വേണം, സത്യസന്ധരായിരിക്കണം. ഞാൻ വല്ലാതെ നീട്ടുന്നില്ല. ബഹുമാനപ്പെട്ട സലാഹുദ്ദീൻ ഫൈസി നിങ്ങളോട് പ്രസംഗിക്കാനായി ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യം ഓതി വെച്ച ആ ആയത്ത് അതുമായി ബന്ധപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കാം. സിദ്ഖ് വേണം. എന്താണ് സിദ്ഖ് എന്ന് പറഞ്ഞാൽ? നമുക്ക് ജനങ്ങളോട് സത്യസന്ധരായി ജീവിക്കാൻ തന്നെ നമുക്ക് പ്രയാസം അല്ലേ? ഇന്ന് നേരം വെളുത്ത് വൈകുന്നേരം വരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല എന്ന് ധൈര്യം പറയാൻ നമുക്കൊക്കെ പറ്റിയ, നമ്മളൊക്കെ വിജയിച്ചു എന്ന് വിശ്വസിക്കുന്നവരെ നമ്മളൊക്കെ അങ്ങനെ പറയാൻ നമുക്ക് കഴിയുമോ? തമാശക്കെങ്കിലും ഒരു കളവ് പറഞ്ഞിട്ടില്ല. ജനങ്ങളോടുള്ള സംസാരത്തിലാണ് ഈ പറയുന്നത്.
ജനങ്ങളിലോടുള്ള ഇടപെടലിലാണ് ഈ പറയുന്നത്. എന്നാൽ ജനങ്ങളുടെ മുന്നിൽ സാദിഖാവലാണ് എളുപ്പമുള്ളത്. സാദിഖ് എന്ന് പറഞ്ഞാൽ ജനങ്ങളോട് സത്യം പറയാന്നല്ല, എന്ന് മാത്രമല്ല അള്ളാഹുമായുള്ള ഇടപാടിൽ സാദിഖാകുക എന്ന് കൂടെയാണ്. അള്ളാഹുവിനോട് സാദിഖാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സുബഹിക്ക് ഒദു എടുത്തുകൊണ്ട് സുബഹിന്റെ സുന്നത്ത് നിസ്കരിക്കാൻ കൈകെട്ടി നമ്മൾ പറഞ്ഞില്ലേ, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ നിസ്കാരവും എൻ്റെ മറ്റ് അമലുകളും എന്നല്ല എൻ്റെ ജീവിതവും എൻ്റെ മരണവും ഇത് മുഴുവനും എൻ്റെ റബ്ബിന് വേണ്ടി മാത്രമാണ്, എൻ്റെ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാണ് എന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ പ്രഖ്യാപിച്ചു. എത്ര കണ്ട് ആ പ്രഖ്യാപനത്തോട് നമുക്ക് നീതി പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ പൊരുത്തവും നമ്മുടെ ശരീര ഇച്ഛയും എതിരാകുമ്പോൾ പലപ്പോഴും നമ്മുടെ ഇച്ഛക്കല്ലേ നമ്മൾ മുൻഗണന നൽകിയത്. അള്ളാഹുവിന്റെ പൊരുത്തവും നമ്മുടെ ഭാര്യയുടെ ആവശ്യവും എതിരായപ്പോൾ അതിനല്ലേ നമ്മൾ മുൻഗണന നൽകിയത്. അള്ളാഹുവിന്റെ ഇഷ്ടവും നമ്മുടെ മറ്റ് താല്പര്യങ്ങൾ, ബിസിനസ് താല്പര്യങ്ങളോ രാഷ്ട്രീയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ താല്പര്യങ്ങൾ, ഇത് രണ്ടും തമ്മിൽ എതിരാകുമ്പോൾ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന പ്രതിജ്ഞ നമ്മൾ ഓർക്കാറുണ്ടോ? അള്ളാഹുവിനോട് ചെയ്ത ആ പ്രതിജ്ഞ അത് സത്യസന്ധമായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ? അതൊക്കെ മറന്നുകൊണ്ട് അതൊരു ഓർമ്മയുമില്ലാതെ നാം നമ്മുടെ ഇച്ഛക്ക്, നമ്മുടെ ഭാര്യമാരുടെ കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ ഇച്ഛക്ക്, അവരുടെ താല്പര്യത്തിന് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് താല്പര്യത്തിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ താല്പര്യത്തിനല്ലേ പലപ്പോഴും നാം വശംവദരായിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥ സ്വാദിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുന്നവരാണ്. അള്ളാഹുവിന്റെ പൊരുത്തമാണ് എനിക്ക് വലുത്, അള്ളാഹുവിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം, അള്ളാഹുവിന് വേണ്ടിയാണ് എൻ്റെ മരണം. മഹാനായ അലി ഇബ്നു അബീ താലിബ് തങ്ങളുടെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? അലി ഇബ്നു അബീ താലിബ് തങ്ങൾ ഒരിക്കൽ ഒരു യുദ്ധത്തിൽ ശത്രുവുമായി പടവെട്ടിക്കൊണ്ട് ഘോരഘോരം യുദ്ധം ചെയ്തുകൊണ്ട് അവസാനം കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും ആ ശത്രു മറിഞ്ഞു വീണു. അയാളുടെ നെഞ്ചത്ത് കയറിക്കൊണ്ട് അയാളുടെ തല വെട്ടാനൊരുങ്ങിയ സമയത്ത് അയാൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ആ സന്ദർഭത്തിൽ അയാൾ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ മുഖത്തേക്ക് ഒരു തുപ്പങ്ങോട്ട് കൊടുത്തു. ആ സമയത്ത് നമ്മളാണെങ്കിൽ ഒരു വട്ടം കൊല്ലേണ്ടത് ഇഞ്ചിഞ്ചായി കൊല്ലും, അങ്ങനെ തുണ്ടം തുണ്ടമായി കൊല്ലും എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ തുണ്ടം തുണ്ടമായി കൊല്ലും. പക്ഷേ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ വിട്ടേച്ച് ബഹുമാനപ്പെട്ടവർ തിരിച്ചു പോരുന്നു. അപ്പോൾ ചോദിച്ചു, എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം? അപ്പൊ മഹാനവർകൾ പറഞ്ഞത്, മാ ഖതൽതു വമാ ഖാതൽതു ഇല്ലാ ലില്ലാഹ്. അടിപൊട്ടി വീണവൻ എൻ മുഖത്തൊരു തുപ്പ്, ഉടൻ തന്നെ വന്നവനോട് എനിക്ക് വെറുപ്പ്. അപ്പോൾ വധിച്ചാൽ എൻ്റെ ദേഷ്യമടക്കലായി, അല്ലാഹുവിനല്ലാതെ ഞാൻ കൊല ചെയ്യലായി. ഞാൻ ആരെയും എനിക്കായി വധിച്ചിട്ടില്ല, ലില്ലാഹിക്കല്ലാതൊരു വധം എനിക്കില്ല. മാ ഖാതൽതു, ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല. വമാ ഖതൽതു, ഞാൻ ആരെയും ഖത്ൽ ചെയ്തിട്ടില്ല. ഇല്ലാ ലില്ലാഹ്, റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ. അയാൾ എന്റെ മുഖത്ത് തുപ്പിയപ്പോൾ വ്യക്തിപരമായി എനിക്ക് അദ്ദേഹത്തോട് വെറുപ്പ് വന്നു. അപ്പോൾ ഞാൻ അയാളെ ഉപദ്രവിച്ചാൽ എന്റെ ദേഷ്യമടക്കലായി മാറും, അതുകൊണ്ട് ഞാൻ അത് ചെയ്യുകയില്ല എന്ന് പറയുന്നവരുടെ, അങ്ങനെ പ്രവർത്തിക്കുന്നവരുടെ പേരാണ് സ്വാദിഖീങ്ങൾ അല്ലെങ്കിൽ സിദ്ദീഖീങ്ങൾ. മനസ്സിലാക്കണം. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു സംഭവമുണ്ട്. കാന റജുലുൻ മിൻ ബനി ഇസ്രായീല, ബനു ഇസ്രായേലുകാരിൽപ്പെട്ട ഒരു മനുഷ്യൻ, അദ്ദേഹം ഒരു ബിസിനസ് ആഗ്രഹിച്ചു. ഒരു വിദേശത്ത് പോയി ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ചു. വിദേശത്ത് പോകുമ്പോൾ കാശില്ല. അപ്പോൾ ഒരാളെടുത്ത് പോയി, സഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഒരു പണക്കാരൻ്റെ അടുത്ത് ചെന്നു. വേറെ ചില റിവായത്തുകളിൽ നജാഷി രാജാവിൻ്റെ അടുത്താണെന്ന് പറയുന്നുണ്ട്. ആരോ ആവട്ടെ, ഒരു നല്ല ആബിദീങ്ങളും ആരിഫീങ്ങളും മുഅ്മിനീങ്ങളുമായ യഥാർത്ഥ സ്വാദിഖീങ്ങളായിരുന്നു അവർ. ചെന്ന് പറഞ്ഞു, എനിക്കൊരു1000 ദീനാർ വേണം, എനിക്ക് ബിസിനസ് ചെയ്യാനാണ്. ഞാൻ ഒരു നാട്ടിൽ ഇവിടെ നിന്ന് പോയി ബിസിനസ് ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് പണം തിരിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ 1000 ദീനാർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇത്തിനി ബിശഹീദ്, ഒരു സാക്ഷിയെ കൊണ്ടുവാ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നമ്മളുടെ ഇടയിൽ അങ്ങനെ ഒരു സാക്ഷി വേണോ? കഫാ ബില്ലാഹി ഷഹീദാ, അല്ലാഹ് പോരെ സാക്ഷിയായിട്ട്. അപ്പൊ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ മതി. പക്ഷേ ഇത്തിനി ബി കഫീൽ, നിങ്ങൾ ഇവിടുന്ന് പോകല്ലേ, നാട് വിട്ടു പോവുകയല്ലേ, തിരിച്ചു വരാൻ എന്തെങ്കിലും തടസ്സമുണ്ടായാലോ, അതുകൊണ്ട് നിങ്ങൾക്ക് വല്ല തടസ്സം വന്നാൽ ഈ പണം ഇന്നാൾ തരുമെന്ന് ഏറ്റെടുക്കുന്ന ഒരാൾ വേണം, ഒരു ജാമ്യക്കാരൻ വേണം, ഇതിനൊരു കഫീൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴും അദ്ദേഹം പറഞ്ഞു, കഫാ ബില്ലാഹി കഫീലാ, അല്ലാഹു തന്നെ കഫീൽ. രണ്ടുപേരും മുഅ്മിനീങ്ങളാണ്, രണ്ടുപേരും സ്വാദിഖീങ്ങളാണ്, സംശയത്തിന് അവിടെ വകയില്ല. 1000 ദീനാർ എടുത്തുകൊണ്ട് ആ ധനാഢ്യൻ ഇദ്ദേഹത്തിന് കൊടുക്കുകയാണ്. അതുമായി അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. മറ്റൊരു പ്രദേശത്ത് ചെന്ന് അവർ ബിസിനസ് നടത്തുകയാണ്. ബിസിനസ്
ബിസിനസ് നടത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി, വലിയ സമ്പാദ്യം സമ്പാദിച്ചു. ഇദ്ദേഹത്തിന് കടം തിരിച്ചു കൊടുക്കേണ്ടുന്ന സമയമായി. അദ്ദേഹം ഇങ്ങോട്ട് വന്നു, കടലിന്റെ അരികിലേക്ക് വന്നു. മുൻകൂട്ടി നമുക്ക് ബുക്ക് ചെയ്യാൻ, നമ്മൾ ബുക്ക് ചെയ്യുന്ന പോലെ ഒന്നും അന്ന് കഴിയില്ലല്ലോ. വല്ല വാഹനവും തിരിച്ചു പോകുന്നതുണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കടൽ തീരത്ത് വരും. സമയമാകുന്നതിന്റെ മുമ്പ് ഈ പണം തിരിച്ചു കൊടുക്കണം. അതിന് വാഹനം അന്വേഷിച്ചു നടന്നു. പക്ഷേ വാഹനമില്ല, ഒരു വാഹനവും പുറപ്പെടുന്നത് കണ്ടില്ല. അദ്ദേഹം വല്ലാതെ വിഷണ്ണനായി, അദ്ദേഹം ദുഃഖിതനായി. അള്ളാഹനെ സാക്ഷി നിർത്തിയ 1000 ദീനാറല്ലേ, അള്ളാഹുവിനെ കഫീലാക്കിയ 1000 ദീനാറല്ലേ. അതുകൊണ്ട് വല്ലാതെ ദുഃഖിച്ച ആ മുഅ്മിനായ മനുഷ്യൻ അവസാനം ചെയ്തത് എന്താണെന്നറിയോ? ഒരു വലിയ മരമുട്ടി എടുത്തുകൊണ്ട് അതിന് വലിയൊരു ദ്വാരമുണ്ടാക്കിക്കൊണ്ട് അതിൽ 1000 ദീനാർ നിക്ഷേപിക്കുകയാണ്. ഒരെഴുത്തും എഴുതുകയാണ്, മിൻ ഫുലാൻ ഇലാ ഫുലാൻ. ഇത് ഇന്നാൾ അയക്കുന്നതാണ്, ഇന്നാൾക്ക് വേണ്ടിയുള്ളതാണ്, ഇന്നാളിലേക്കാണ്, മീൻ ഫ്രം ടു ഒക്കെ എഴുതിക്കൊണ്ട് ഒരു കത്ത് ആ കത്തിൽ വിശദമായി എഴുതി. സമയമായപ്പോൾ ഈ പണം തരാൻ തിരിച്ചു വരാൻ ഞാൻ ആഗ്രഹിച്ചു, പക്ഷേ എനിക്ക് വാഹനം ലഭ്യമല്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി ചെയ്യുന്നത് എന്ന് പറഞ്ഞ ഈ കത്തും അതിൽ വെച്ചു. നല്ല ഒരു പളുങ്ക് കഷ്ണം കൊണ്ട്, ചില്ല് കഷ്ണം കൊണ്ട് അത് അടച്ചു. എന്നിട്ട് ആ മരം കൊണ്ട് വീണ്ടും മൂടി. എന്നിട്ട് അത് പശ വെച്ച് ഒട്ടിച്ചു. എന്നിട്ട് ആ മരമുട്ടി വഹിച്ചുകൊണ്ട് ആ മഹാനായ സാദിഖായ സിദ്ദീഖീങ്ങളിൽപ്പെട്ട ആ മനുഷ്യൻ കടൽ തീരത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി ഇസ്തസ്ലഫ്തു മിൻ ഫുലാനിൻ അൽഫ ദീനാർ ഫതലബ മിന്നി شهيدا فقلت كفى بالله شهيدا وطلب مني كفيلا فقلت كفى بالله كفيلا. അല്ലാഹുവേ, ഞാൻ ഇന്നാളിൽ നിന്ന് 1000 ദീനാർ കടം ചോദിച്ചു. സാക്ഷി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അല്ല പോരെ എന്ന് ചോദിച്ചു. ഫറളിയ, അദ്ദേഹം അത് സ്വീകരിച്ചു. ഒരു കഫീൽ വേണമെന്ന് പറഞ്ഞപ്പോൾ അല്ല പോരെ കഫീൽ എന്ന് ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു. അദ്ദേഹം ഫറളിയ, അദ്ദേഹം അത് ആത്മാർത്ഥമായി സ്വീകരിച്ചു. പക്ഷേ അത് കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശുണ്ട്, എത്തിക്കാൻ വാഹനമില്ല റബ്ബേ. അതുകൊണ്ട് ഇത് സമയത്ത് എത്തിക്കൽ എൻ്റെ കടമയാണ്. അതുകൊണ്ട് നീയാണ് കഫീൽ. അതുകൊണ്ട് ഇന്നി അസ്തൗദിഉക, ഇത് ഞാനിത് നിന്നെ ഏൽപ്പിക്കുന്നു. അത് അദ്ദേഹത്തിന്റെ കയ്യിലെത്തിക്കാൻ നിന്റെ ഉത്തരവാദിത്തമാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ബിസ്മില്ല ചൊല്ലിക്കൊണ്ട് കടലിലേക്ക് 1000 സ്വർണ്ണ നാണയവും അടക്കം ചെയ്തിട്ടുള്ള ഈ മരമുട്ടി വലിച്ചെറിയുകയാണ്. നോക്ക്, 1000 സ്വർണ്ണ ദീനാർ പോയിട്ട് 1000 പൈസ എറിയോ? നമ്മള് 1000 പൈസ എറിയോ? അദ്ദേഹം ആ കടം കൊടുത്ത ആള് ഒരു ദിവസം ഇങ്ങനെ ഉലാത്താൻ വേണ്ടി കടൽ തീരത്ത് കൂടി ഇങ്ങനെ നടക്കുക. അപ്പോൾ അവിടെ നല്ലൊരു മരമുട്ടി, നല്ല മരം. ഇത് നമുക്ക് വിറകാക്കാലോ എന്നിട്ട് മൂപ്പരെ ആൾക്കാരോട് അത് എടുക്കാൻ പറഞ്ഞു. വീട്ടിൽ കൊണ്ടുപോയി അത് പൊളിച്ചു നോക്കുമ്പോൾ അതിൽ 1000 ദീനാറും ഈ കത്തും. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അല്ലാഹ് കരീം എന്ന് നമ്മൾ പറയാറുണ്ട്. എന്ത് കരീമാ നമ്മളെ കരീം? ഇവിടെ കുറെ കരീമിങ്ങളെ കാണുന്ന പോലെയല്ലേ നമ്മൾ അവിടെയും കാണുന്നുള്ളൂ. കഫാ ബില്ലാഹി ഷഹീദ എന്ന് പറഞ്ഞപ്പോൾ സാദിഖായിരുന്നു. കഫാ ബില്ലാഹി കഫീല എന്ന് പറഞ്ഞപ്പോൾ സാദിഖായിരുന്നു. ആ സിദ്ഖിന്റെ മുന്നിൽ 1000 ദീനാർ നിഷ്പ്രഭമാണ്. ആ സിദ്ഖിന്റെ മുന്നിൽ ഗൗസുൽ ആദം തങ്ങളുടെ 40 ദീനാർ നിഷ്പ്രഭമാണ് ആയതുപോലെ അങ്ങനെയുള്ള മഹത്തുക്കളുടെ പേരാണ് അള്ളാഹുമായുള്ള ഇടപാടിൽ അള്ളാഹുവിന്റെ ഓരോ വിശേഷണങ്ങളും പറയുമ്പോൾ അതിന്റെ ആശയം ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ പേരാണ് സിദ്ദീഖ് എന്ന് പറയുന്നത്. സാധാരണ ആളുകളുടെ പേരല്ല. ഓരോ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിനും അതിന്റെ മുഖ്തളയാത്തുണ്ട്. അതിനനുസരിച്ച് അള്ളാഹ് എല്ലാം കാണും എന്ന് വിശ്വസിച്ചിട്ട് പിന്നെ തമാടിത്തം ചെയ്യാൻ കഴിയുമോ? നമ്മുടെ ഭാര്യ കണ്ടാൽ നാം ചെയ്യാത്ത പണി, ഭാര്യയുടെ മുന്നിൽ വെച്ച് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത പണി റബ്ബിന്റെ മുന്നിൽ വെച്ച് ചെയ്യുന്നുവെങ്കിൽ അള്ളാഹു ഖബീറാണ്, ബസീറാണ് എന്ന് ശരിക്കും നമ്മൾ വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ അതിന്റെ അർത്ഥം. അള്ളാഹു നമ്മുടെ ഈമാൻ പൂർണ്ണമാക്കി തെരുമാറാവട്ടെ. ഇങ്ങനെ ഓരോ ഇസ്മുകൾക്കും അതിൻ്റെതായ മുഖ്തളയാത്തുകൾ ഉണ്ട്. അതൊക്കെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവന്റെ പേരാണ് സിദ്ദീഖ്, സാദിഖ് എന്ന്. അതൊരു വലിയ മർത്തബയാണ്, ഒരു വലിയ ഉയർന്ന സ്ഥാനമാണ്. അതുകൊണ്ട് അങ്ങോട്ട് എത്താൻ നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടത് എന്താണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം, നോമ്പനുഷ്ഠിക്കണം, നിസ്കരിക്കണം, കളവ് പറയരുത്, സത്യമേ പറയാവൂ, എല്ലാം ഉൾപ്പെട്ടു. ഇത്തഖുല്ലാഹ്, അത് മാത്രം പോരാ, വകൂനൂ മഅസ്സാദിഖീൻ, സാദിഖീങ്ങളോട് ചേർന്ന് നിൽക്കണം. സത്യം പറയണം എന്നല്ല അതിന്റെ അർത്ഥം. അത് ഇത്തഖൂല് പെട്ടു, തഖ്വയുടെ ഭാഗമാണ്. കൂനു, നിങ്ങൾ ആവണം, അവരോട് മഅയ്യത്തുണ്ടാവണം, അവരോട് സഹവാസം ഉണ്ടാവണം. ഇത്തരത്തിലുള്ള സിദ്ദീഖീങ്ങളായ അള്ളാഹുവിന്റെ മഹത്തുക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ അവരുടെ കൂടെ നിൽക്കണം. എന്തെങ്കിലും ആശയപരമായി ചോദ്യം ചെയ്യുമ്പോൾ ഇല്ലാത്ത കെട്ടുകഥകൾ പറയൽ, അത് സുന്നത്തും വാജിബുമാണെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ചില ആളുകളുണ്ടല്ലോ, അവരെ അടുത്തേക്ക് പോലും പോകരുത്. സാദിഖീങ്ങൾ സത്യസന്ധമായി കാര്യങ്ങളെ അള്ളാഹുവിനോട് സത്യസന്ധമായി മുആമലത്ത് നടത്തുന്ന ആളുകളുടെ കൂടെ മാത്രം നിൽക്കണം. എങ്കിൽ നമുക്ക് വിജയമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ, 3 കാര്യങ്ങൾ, ലാ യഗ്ലു അലൈഹിന്ന ഖൽബുൻ ബിറിഇൻ മുസ്ലിം,
അതിൻ്റെ കൂടെ ആ 3 കാര്യങ്ങളുണ്ടായാൽ മനസ്സിന് കേടുപറ്റുകയില്ല, മനസ്സിന് അഴുക്ക് പിടിക്കുകയില്ല. അൽ ഇഖ്ലാസു ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള ഇടപാടിൽ സത്യസന്ധത ഉണ്ടാവുക, സത്യസന്ധമായുള്ള ഇടപാട് അള്ളാഹുവിനോട്. വൽനുസ്ഉ ലികുല്ലി മുസ്ലിം, എല്ലാ ജനങ്ങൾക്കും നന്മ ഉദ്ദേശിക്കുക. വലുസൂമു ജമാഅത്തിഹിം, ഈ ജമാഅത്തിനെ മുറുകെ പിടിക്കുക. റസൂലുള്ളാഹി മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ ആ ഒരു പരമ്പരയുണ്ടല്ലോ, ആ പരമ്പര ബഹുമാനപ്പെട്ട കണിയത്ത് ഉസ്താദും ബഹുമാനപ്പെട്ട ശംസുൽ ഉലമയൊക്കെ കണ്ടവരാണ് നമ്മൾ, അവരനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. അവരിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ഒരു പാരമ്പര്യമുണ്ടല്ലോ, അതിനെ മുറുകെ പിടിക്കുക. എന്താണ് അതിന്റെ ഗുണം? ഫഇന്ന ദഅവതഹും, അവരൊക്കെ ഈ ഒരു സംഘത്തിന് വേണ്ടി ദുആ ചെയ്തിട്ടുണ്ട്. ആ പ്രാർത്ഥന തുഹയ്യതു മിൻ വറാഇഹിം, അവരെ വലയം ചെയ്യുന്നുണ്ട്, അതിന്റെ സംരക്ഷണത്തിലായിരിക്കും നമ്മൾ. അതുകൊണ്ട് ഈ ആദർശത്തെ മുറുകെ പിടിക്കുകയും ഈ ആദർശത്തെ ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയും അതിൻ്റെ പതാകവാഹകരാവുകയും അതിനു വേണ്ടി സേവനം ചെയ്യുകയും ചെയ്യുക എന്നത് മഹത്തായ ഒരു കർമ്മമാണെന്ന് മനസ്സിലാക്കി എന്നും ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ശക്തി പകർന്നുകൊണ്ട് ആ ജമാഅത്തിന്റെ പ്രാർത്ഥനയ്ക്ക് അർഹരാവാൻ നമ്മളൊക്കെ എന്നും സർവ്വസജ്ജരായി നിലകൊള്ളുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നോതി ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു.